എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റിയാണ്, അധികം ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ ഉപ്പുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇത് കൈകൊണ്ട് തന്നെ വേണം മിക്സ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ മസാല പുരട്ടി വെച്ചു. ഇനി നമുക്കൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണുപ്പ് പോയി. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ചിക്കൻ അതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമുക്കിനിയും ചിക്കൻ്റെ മറു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആകേണ്ട കാര്യമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇട്ടിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞു. ഈ സൈഡ് കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കാരണം ഇതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കരിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഒരു ഫ്ലേവർ കൂടെ ചിക്കനിലേക്ക് പിടിക്കും. നമുക്ക് ഈ വറുത്ത് കോരി എടുക്കുമ്പം ഈ മുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ കോരി എടുത്ത് മാറ്റി ചിക്കനിലേക്ക് തന്നെ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മറു സൈഡ് തിരിച്ചിട്ടിരുന്നു. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്കിനി ചിക്കൻ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ നമ്മൾ ആക്കിയിട്ടില്ല. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതുപോലെ ബാക്കി ചിക്കനും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി ചിക്കനും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സമയം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവോളയും തക്കാളിക്കയും അരിഞ്ഞെടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുഴുത്ത 5 സവോളയും ഒരു 3 തക്കാളിക്കയും എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞ് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിനി അതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സവോള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ തക്കാളിക്കയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാല ചേർക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് തക്കാളിക്കയും കൂടെ ഒന്ന് വഴണ്ട് വരണം. നമ്മുടെ സവോള ഒന്ന് വഴണ്ടു, അതുപോലെ തക്കാളിക്കായ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി വീണ്ടും നമ്മൾ പച്ചപ്പ് മാറുന്നവരെ വഴറ്റുക. മസാലയുടെ പച്ചപ്പെല്ലാം മാറണം. അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യുന്നത്. ഇനിയും വളരെ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചപ്പ് മാറി വരട്ടെ. നമ്മുടെ ചിക്കൻ
ചിക്കൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചിക്കനിൽ മസാല പുരട്ടി വെച്ചിരുന്നു, അതിനകത്ത് ഇറങ്ങിയ വെള്ളവും അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ മസാലയും ചിക്കനും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് കൊടുത്തു. നമുക്കതിലേക്ക് ശകലം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് അതിൻ്റെ അകത്ത് കിടന്ന് ഒന്നുകൂടെ വെന്ത് വരണം. കാരണം നമ്മുടെ ഇറച്ചി ഫ്രൈ ചെയ്തുകൊണ്ട് പുറം നല്ല ക്രിസ്പി ആയിരിക്കും. പക്ഷെ അകത്തേക്ക് മസാല കയറണമെന്നുണ്ടെങ്കിൽ കുറേ സമയം ഇട്ട് തിളപ്പിച്ചാൽ മാത്രമേ അകത്തേക്ക് മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ശകലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ലതുപോലെ മൂടി വെക്കുക. മൂടി വെച്ച് കുറേ സമയം കിടന്നത് ഒന്ന് തിളച്ച് വരണം. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ അതിനകത്തിട്ട് തിളപ്പിക്കണം. എന്നാൽ മാത്രമേ അതിനകത്തേക്ക് മസാല പിടിക്കുകയുള്ളൂ. നമുക്കിനി അതൊന്ന് മൂടി വെക്കാം. നമുക്കൊരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു, എന്നാൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇവിടെ ഇരിക്കട്ടെ. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം. നമുക്കിനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ വറുത്തപ്പോഴുള്ള ചിക്കൻ്റെ പൊടിയും അതുപോലെ തന്നെ മുളകിൻ്റെ പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു ആ എണ്ണയ്ക്കകത്ത്. അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തപ്പോഴുള്ള പൊടി. ഇനി നമുക്കിതിലേക്ക് ആദ്യം ചിക്കൻ വറുത്തപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത നമ്മളുടെ പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വറുത്തത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. ഇനി ഒരു 5 മിനിറ്റോടെ വെച്ചാൽ മതി, നമ്മുടെ കറി റെഡിയാവും. ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റോടെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കാരണം ഇത് വെന്ത് പൊടിഞ്ഞു പോകത്തില്ല. നമ്മൾ ചിക്കൻ വറുത്തതുകൊണ്ട് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. ചിക്കൻ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം വെന്തു എന്നുള്ളതാണ്. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. ഇനി ഒരു 3 മിനിറ്റ് കൂടി വെക്കാം. ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും എടുക്കാം. ചെറിയൊരു ഗ്രേവി പോലെ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ വെള്ളം കൂട്ടി ഒഴിച്ചാൽ ചാറ് പോലെ ആക്കാം. ഞാനിപ്പോൾ ചെറിയ കുറുകിയ പരുവത്തിലാണ് എടുക്കുന്നത്, ചാറായിട്ടല്ല. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ചെറിയ ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ റോസ്റ്റാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് അധികം സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ചെറിയ ഇടവേള. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.